മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഡിസ്കൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ കേരള ഹൈക്കോടതി ശരിവച്ചു. ഈ മേഖലയിലെ വ്യാജ ബോർഡുകൾക്കെതിരെ ഓൾ കേരള കെമിക്കലിസ്റ്റ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് കോടതിയെ സമീപിച്ചത്. ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലറിനെതിരെ ഫാർമസി ഗ്രൂപ്പുകൾ നൽകിയ എതിർ ഹർജികളെല്ലാം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിധി. മെഡിക്കൽ ഷോപ്പുകൾ അമിത ഡിസ്കൗണ്ട് പരസ്യങ്ങൾ നൽകി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 2023 പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദ്യമായി കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച കോടതി 2024 മെയ് 20 അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഓഗസ്റ്റ് 29 ഹർജിക്കാരുമായി ഡ്രഗ്സ് കൺട്രോളർ ചർച്ച നടത്തുകയും തുടർന്ന് സെപ്റ്റംബർ 4 ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്തു. പുതിയതായി ഡ്രഗ്സ് ലൈസൻസ് എടുക്കുന്നവർ ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിക്കില്ല എന്ന് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണമെന്നായിരുന്നു ഇതിലെ പ്രധാന വ്യവസ്ഥ. ഡ്രഗ്സ് കൺട്രോളറുടെ ഈ തീരുമാനത്തിനെതിരെ ഫാർമസി ഗ്രൂപ്പുകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. തുടർന്ന് ഇവർ അപ്പീലുമായി മുന്നോട്ടു പോയതോടെ കേസിൽ അന്തിമ തീരുമാനം ആകുന്നതുവരെ സത്യവാങ്മൂലം നൽകാത്തവർക്കെതിരെ താൽക്കാലികമായി നടപടികൾ എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് വീണ്ടും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ വിശദമായ വാദത്തിന് വന്നപ്പോൾ പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമല്ല നിലവിലുള്ള ലൈസൻസ് പുതുക്കാനെത്തുന്ന എല്ലാ വ്യാപാരികൾക്കും ഈ സത്യവാങ്മൂല വ്യവസ്ഥ ബാധകമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് കോടതിയെ അറിയിച്ചു. ഔഷധ വ്യാപാര മേഖലയിലെ ശുദ്ധീകരണത്തിന് ഈ പരിഷ്കാരം അനിവാര്യമാണെന്ന ഡ്രഗ്സ് കൺട്രോളറുടെ വാദം കോടതി പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു. 50 മുതൽ 80% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ബോർഡ് വെച്ച് അകത്ത് കയറുമ്പോൾ സാധാരണക്കാരായ രോഗികളെ പറ്റിക്കുന്ന രീതി ഒട്ടും അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ വ്യാജ ബോർഡുകൾ വിലക്കിയതുകൊണ്ട് മരുന്നുകൾക്ക് യഥാർത്ഥ വിലക്കിഴിവ് നൽകി വിൽക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും കോടതി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ ഉത്തരവോടെ സംസ്ഥാനത്ത് പുതിയ ലൈസൻസ് എടുക്കുന്നവരും നിലവിലുള്ള ലൈസൻസ് പുതുക്കുന്നവരുമായ എല്ലാ മെഡിക്കൽ ഷോപ്പ് ഉടമകളും ഇനി മുതൽ മരുന്നുകളുടെ വില സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായോ അവ്യക്തമായോ ഉള്ള യാതൊരുവിധ ഡിസ്കൗണ്ട് ബോർഡുകളും പ്രദർശിപ്പിക്കില്ല എന്ന സത്യവാങ്മൂലം നിർബന്ധമായും സമർപ്പിക്കേണ്ടി വരും. CCN ചെർപ്പുളശ്ശേരി.